അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിന്റെ പിതാവായ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ലൂക്ക 12:32. വിശുദ്ധ അഗസ്തീനോസ് ഏദൻ തോട്ടത്തിൽ വച്ച് തെറ്റുപറ്റുന്ന മനുഷ്യരെ അവിടുന്ന് പുറത്താക്കാതെ അവരെ പരിപൂർണമായി നശിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് പുതിയ ആൾക്കാരെ രൂപപ്പെടുത്താത്തതിനെക്കുറിച്ച് എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന കാര്യം ഇതാണ്: ദൈവം ആത്മാക്കളുടെ എണ്ണത്തിലല്ല സന്തോഷിക്കുന്നത്, തന്നെ സ്നേഹിക്കുന്ന ആത്മാക്കളുടെ എണ്ണത്തിലാണ് അവിടുന്ന് സന്തോഷിക്കുന്നത്. നമുക്കറിയാം, നാം ദൈവത്തെ ഏറെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുക? ആളുകളുടെ എണ്ണം കുറവല്ലേ? അങ്ങനെ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുടെയോ സത്യം അന്വേഷിക്കുന്നവരുടെയോ എണ്ണം കുറവല്ലേ എന്ന് നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ പിതാവായ ദൈവം നിങ്ങൾക്ക് ദൈവരാജ്യം പ്രസാദിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് നമ്മുടെ അനുസരണത്തിന് സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ടൊരു രാജ്യം പണിയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുള്ള, ആ തീവ്രതയുള്ള ഒരു രാജ്യം അവിടുന്ന് നമുക്ക് പണിതു തരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ അനുഗമിച്ചാൽ മാത്രം മതിയാകും. സ്വതന്ത്ര മനസ്സോടെ, പൂർണ്ണ സ്നേഹത്തോടെ, സർവ്വശക്തിയും ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.